അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയൂണ് വിഭവങ്ങളിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്ന് വെച്ചാൽ നമുക്ക് കർക്കിടക മാസം, ഇപ്പോൾ ആ കർക്കിടക മാസത്തിൽ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നാടൻ വിഭവങ്ങൾ അതിനെയാണ് ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഊണിന്. അതായത് നമുക്ക് മത്തൻ്റെ തേങ്ങ അരച്ച കറി, പിന്നെ പയറ് മെഴുക്ക് വരട്ടി, മാങ്ങാപ്പരിക്ക്, അങ്ങനെയൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിൽ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം മത്തൻ കറി ഉണ്ടാക്കാം. ഇതാ മത്തൻ്റെ ഒരു കഷ്ണം, പിന്നെ മാങ്ങണ്ട്, പച്ചപ്പയർ, ഇതാ മത്തൻ. അത് നമുക്ക് ഉണ്ട് മുറിച്ചിഞ്ഞ് അതൊക്കെ തോലൊക്കെ ചെത്തി ആദ്യം അത് നുറുക്കിയൊക്കെ എടുക്കണം. കറീൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ. ആദ്യം ഇതാ കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി നുറുക്കിയെടുക്കാം. മത്തൻ മാത്രം ചേർത്തിട്ട് നമുക്ക് എരിശ്ശേരി ഒക്കെ വയ്ക്കുന്ന പോലെ തന്നെ ഒക്കെ കറി വയ്ക്കുകയാണെങ്കിലും തേങ്ങ വറുത്തിടില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. സാധാരണ ഒരു തേങ്ങ അരച്ച കറി പോലെ. പിന്നെ എന്തായാലും ഉടച്ചെടുക്കാം കഷ്ണങ്ങൾ മത്തനായതുകൊണ്ട്. അതാ നമുക്കിനി ഈ ഒരു പാത്രത്തിൽ ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ എളുപ്പം വേവുമല്ലോ. അപ്പോൾ ഇതിലാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമുക്ക് തേങ്ങ ഒന്ന് ചിരകി അരച്ച് വെക്കണം. ഇതാ ചെറിയ ജീരകം അതും ചേർത്തിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ കറി വയ്ക്കുന്നതിലേക്ക് തന്നെ ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, ലേശം വെള്ളം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. എന്ത് വരുന്നുണ്ട് പത്ത്. ഇനിയിപ്പോൾ നമ്മൾ അരച്ചു വെച്ചത് അത് ചേർക്കാം. അപ്പോൾ നല്ലപോലെ വെന്തു. ഇതാ കറിവേപ്പില അത് ചേർത്തു. ഇനിയിപ്പോൾ ഇത് വറുത്തിടാണ്ട് ഇതാ വെളിച്ചെണ്ണയിൽ നമുക്ക് കടുകും വാറ്റൽ മുളകും, അപ്പോൾ ഇതാ കറി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാ മെഴുക്ക് വരട്ടി അത് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചില പച്ചപ്പയറാണ് പാകത്തിനുള്ളൂ. അപ്പോൾ അത് നുറുക്കിയെടുക്കാം. ഇത് പച്ചപ്പയർ. ഇനി അത് ഓക്കെ നമുക്ക് ചെറുതാക്കി ഇടുക. ഇതുപോലെ ചെറുതാക്കി നുറുക്കാം. പയർ മാത്രം അതേ ചേർക്കത്തുള്ളൂ. മറ്റേ അല്ലെങ്കിൽ നമുക്ക് വലിയ ഉള്ളി ഒക്കെ ചേർക്കാം. ഇങ്ങനെ പയർ മാത്രം. ഇനിയിപ്പോൾ അത് കഴുകിയെടുത്തു. നമുക്ക് ഇതാ നമ്മൾ ഈ ഒരു ചട്ടിയിൽ അതിലേക്ക് നമുക്ക് ഇതാ പച്ചമുളക് അതുകൂടി അരിഞ്ഞ് അത് ചേർക്കാം. ഉപ്പും. ഇത് ചെറിയൊരു വെള്ളത്തിൽ ഇതാ വേവിച്ച് ഇതാ നല്ല പോലെ തന്നെ വലിഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി ഇതാ പച്ച വെളിച്ചെണ്ണ തുളിച്ച് നമ്മൾ മെഴുക്ക് വരട്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ മെഴുക്ക് വരട്ടി അതിവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെറിയ മാങ്ങ, അത് മാങ്ങാപ്പെരുക്കിനുള്ളത്. അതിന് മാങ്ങാപ്പെരുക്ക് ഞങ്ങളൊരു ഇഷ്ടപ്പെട്ട വിഭവമാണ്. അത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു ഒക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റുമാണത്. അതാ പച്ചമുളക്, തേങ്ങ ചിരവിയത്, മാങ്ങ ചെറുതാക്കിന്ന് ഒക്കെ മുറുക്കിയിട്ടു. ഇതാ ഇനിയിപ്പോൾ അത് നമുക്ക് അരച്ചെടുക്കണം. മുളക് നല്ല നീളമുള്ള മുളകാണ്, പക്ഷേ വലിയ എരിവൊന്നുമില്ല. അതുകൊണ്ടാണ് 3 ചേർക്കുന്നത്. അധികം എരിവില്ലാത്ത മുളകാണ്. അതിലേക്ക് തൈര് ചേർത്തിട്ടുണ്ട്, പച്ചക്കടുക്, പിന്നെ ഇതാ ഉപ്പ്. ഇത് നമുക്ക് അങ്ങോട്ട് അരച്ചെടുക്കാം. ഇതാ അത് അരച്ചെടുത്തു. ഇനിയിപ്പോൾ ഇത് വറുത്തിടണം. ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്കിതാ കടുക്, പിന്നെ കറിവേപ്പില, വറ്റൽമുളക്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് അരച്ച് വെച്ച് അതിൽ ചേർത്ത് ഇളക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് പണി. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ റെഡിയായി, 3 വിഭവങ്ങളും. അതാണ് ഇപ്പോൾ ഇന്നത്തെ ഒക്കെ നാടൻ വിഭവങ്ങളുടെയാണ് ഇന്നത്തെ. നമ്മളൊരു കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ നാടൻ വിഭവങ്ങളുടെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഊണഴിക്കലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ. അപ്പം നമുക്കെല്ലാം വിളമ്പി. പിന്നെ ഇപ്പം ഇന്ന് കൊണ്ടാട്ടമുളകുണ്ട്. ഇപ്പോൾ കർക്കിടക മാസത്തിലെ ഒരു ഉച്ചയൂണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.